ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റോസ്റ്റ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഫിഷ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്മീനാണ്. അത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് പുരട്ടി ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ടൊരു പാനിലേക്ക് കുറച്ച് ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ നിന്ന് ഒഴിക്കാതെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. ഇതൊന്ന് പകുതി വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. മുളക് കരിഞ്ഞു പോകാതെ നോക്കണം. മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ ഇടുമ്പോൾ നമുക്ക് ഒരു 5 സ്പൂൺ വെള്ളം അല്ലെങ്കിൽ കുറച്ച് പുളിവെള്ളം, വാളംപുളി പിഴിഞ്ഞത്, ഇത് അരയാൻ പാകത്തിന് നമുക്കിത് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒരു 5 സ്പൂൺ വെള്ളം ചേർത്താണ് ഒന്ന് അരച്ചെടുത്തത്. നന്നായിട്ടൊന്നും അരയണ്ട, വെറുതെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഒരു പ്രാവശ്യം മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 വശവും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കണം. ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മറിച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചുവന്നുള്ളി അരിഞ്ഞതും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പകുതി വഴന്ന് കഴിയുമ്പോൾ നമുക്കൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വറ്റൽമുളകിൻ്റെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇതും കൂടി ചേർത്ത് ഉള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിക്സി കഴുകിയിട്ട് നമുക്കൊരു 5 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച്, പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളം ആയാലും മതി ചേർത്ത് കൊടുക്കണത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ മിക്സിയിൽ ഒരു 5 സ്പൂൺ വെള്ളം കൂടി ചൂടുവെള്ളം കൂടി ചേർത്താണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് നമുക്കത് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോകാതെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീനിട്ട് നമുക്കൊരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം.
അപ്പോൾ നമ്മുടെ ഫിഷ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.